പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം നമ്മളുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ രീതിയിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമ്മുടെ പഠനത്തെയും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യം ഇങ്ങനെ തുടർന്നു പോകുന്നതിനാൽ കുറച്ചു കാലം കൂടി നമ്മൾ ഇതേ രൂപത്തിലുള്ള ക്ലാസ്സുകളിലൂടെ, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ക്ലാസ്സുകളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായി വരുമെന്നതിൽ തർക്കമില്ല. അപ്പൊ ഈ ഒരു പുതിയ രീതി നമുക്ക് പലർക്കും അപരിചിതമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ തന്നെയും നമ്മളുടെ ആവശ്യം എന്ന നിലയിൽ ഇത് ഈ ഒരു രീതി നന്നായിട്ട് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ 1-2 ക്ലാസ്സുകൾ ഇതിനു മുമ്പ് കേട്ട് കഴിഞ്ഞു. പേപ്പറിനെ കുറിച്ചുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ പ്രിന്റിംഗ് മെറ്റീരിയൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ പ്രിന്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായ പേപ്പറിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പേപ്പറിന്റെ ചരിത്രം, പേപ്പർ നിർമ്മാണ രീതികൾ, പേപ്പറിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലുകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ പേപ്പർ ഉണ്ടായിരിക്കേണ്ട ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ രൂപത്തിൽ ആകൃതിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, സവിശേഷതകൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. നമുക്കതൊന്നും റിവൈൻഡ് ചെയ്ത് നോക്കാം. എത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുവെന്നും എത്രയധികം നിങ്ങൾ പഠിച്ചുവെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് പേപ്പറിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. പേപ്പർ എന്ന പദം അത് ഉത്ഭവിച്ചു വന്നത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതുപോലെ പാപ്പിറസ് എന്ന് പറയുന്ന പേരിൽ നിന്നാണ്. പാപ്പിറസ് എന്നാൽ പഴയ ആഫ്രിക്കയുടെ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ പ്രധാന രാജ്യങ്ങളിലൊന്നായ ഈജിപ്തിലെ ഏറ്റവും നീളം കൂടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്ന നൈൽ നദി ഈജിപ്തിലൂടെ ഒഴുകുന്നു. ഈ നൈൽ നദിയുടെ തീരത്ത് വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ് പാപ്പിറസ്. ഈ പാപ്പിറസ് ചെടിയുടെ തണ്ട് അത് മുറിച്ചെടുത്ത് ചെറിയ കഷണങ്ങളാക്കി അത് എഴുതാൻ വേണ്ടി ആദ്യകാലത്ത് ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നു. അതാണ് നമ്മുടെ പേപ്പർ എന്ന പദത്തിന്റെ ഉത്ഭവം. ആ പദത്തിൽ നിന്നാണ്, ഈ പാപ്പിറസ് എന്ന പദത്തിൽ നിന്നാണ് പേപ്പറിന്റെ ഏറ്റവും അപരിഷ്കൃതമായ രൂപം, ഏറ്റവും ആദ്യത്തെ രൂപം എന്ന് പറയുന്നതും ഈ പാപ്പിറസ് ലീഫുകൾ. ഈ പാപ്പിറസിൽ നിന്നും ഇന്നത്തെ പേപ്പറിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. അത് ഒരുപാട് മാറ്റങ്ങളിലൂടെ, ഒരുപാട് മുന്നേറ്റങ്ങളിലൂടെയൊക്കെ നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു പേപ്പറിന്റെ ഉത്ഭവത്തെ കുറിച്ച്, അതുണ്ടായ മാറ്റത്തെ കുറിച്ച്. AD 105 കാലഘട്ടത്തിൽ ചൈനക്കാരനായ ടെസിലു, അദ്ദേഹം ഇന്നത്തെ രൂപത്തിലുള്ള ആദ്യത്തെ പേപ്പർ നിർമ്മിച്ചു. ദ ട്രൂത്ത് പേപ്പർ AD 105 കാലഘട്ടത്തിൽ ചൈനയിൽ നിർമ്മിക്കപ്പെട്ടു. പിന്നീട് ചൈനയിൽ നിന്നും ഈ ഒരു വിദ്യ, ഈ ഒരു ടെക്നോളജി അത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുകയും ഏതാണ്ട് 1400-കളിൽ അത് യൂറോപ്പിൽ പ്രചാരത്തിലാവുകയും ചെയ്തു. യൂറോപ്പിലെ ഫോർഡഡിയർ എന്ന് പറയുന്ന ഒരു കമ്പനി, ജർമ്മൻ കമ്പനിയാണ്. ഈ കമ്പനിയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് പേപ്പറിനെ എങ്ങനെ നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് യൂറോപ്പിൽ അത് വളരെ പ്രചാരത്തിലാവുകയും അവിടെ നിന്ന് മറ്റെല്ലാ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ഇന്ന് നമ്മൾ നിർമ്മിക്കുന്ന രൂപത്തിലുള്ള പേപ്പറുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പുതിയ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജികളെല്ലാം അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പേപ്പർ വളരെ ഒരുപാട് പ്രോസസ്സുകളിലൂടെ, ഒരുപാട് രൂപാന്തരങ്ങളിലൂടെ, മാറ്റങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ രൂപത്തിലേക്ക് എത്തി. ഇനി അത് ചരിത്രമാണ്. ഇനി നമുക്ക് അതിലെ നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. പേപ്പറിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ മരങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റുകളാണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഭാരം കുറഞ്ഞ സോഫ്റ്റ് വുഡുകളായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് വുഡുകളായിട്ടുള്ള ബാംബു, പൈൻ, ജൂട്ട് മുതലായ മരങ്ങളാണ് കൂടുതലായിട്ടും ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക.
ഇത്തരത്തിലുള്ള മരങ്ങളെ, വലിയ ലോഗുകളെ, വലിയ കഷ്ണങ്ങളെ ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് മാറ്റം വരുത്തി നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ രൂപത്തിലേക്ക് നമുക്ക് എത്തിച്ചു തരിക. ആ മാറ്റങ്ങൾ ലോഗ്സ് പിന്നീട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റുന്നു. ഈ കഷ്ണങ്ങളെ നമ്മൾ ചിപ്പുകൾ എന്ന് വിളിക്കുന്നു. ഈ ചിപ്പുകളെ വീണ്ടും ബീറ്റ് ചെയ്ത് പൾപ്പ് രൂപത്തിലേക്ക് മാറ്റുന്നു. പൾപ്പ് ഫൈബറുകൾ അടങ്ങിയ പൾപ്പ്. ഈ പൾപ്പിന്റെ ഒരു പ്രത്യേകത, ഏതാണ്ട് 95% വെള്ളവും 5% മാത്രമായിരിക്കും പൾപ്പിനകത്ത് ഫൈബറുകൾ കണ്ടന്റുകൾ ഉണ്ടാവുക, ഫൈബേഴ്സ് ഉണ്ടാവുക. പിന്നീട് മറ്റ് കെമിക്കലുകളെല്ലാം ഇട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചതുപോലെ സൈസിങ് ഏജൻസ്, ആലം, റോസിൻ പോലുള്ള സൈസിങ് ഏജൻസ് ചേർക്കുന്നു. കളർ ആവശ്യമുണ്ടെങ്കിൽ ഡൈസ് ചേർക്കുന്നു. ഇത്തരത്തിൽ പൾപ്പിനെ ട്രീറ്റ് ചെയ്തെടുത്ത് പിന്നീട് മുന്നോട്ട് ചലിക്കുന്ന ഒരു സ്ക്രീൻ മെഷീന്റെ സഹായത്തോടുകൂടി ഷീറ്റാക്കി മാറ്റും. ഈ ഷീറ്റ് മറുവശത്തെത്തുമ്പോൾ ഈ ഒരു വലിയ മുന്നോട്ട് നീങ്ങുന്ന ഒരു വലിയ സ്ക്രീൻ മെഷാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മെഷീനിലൂടെ മുന്നോട്ട് നീങ്ങി ഒരറ്റത്തെത്തുമ്പോൾ അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒരു പരിധി വരെ ഒഴിവാകുന്നു. ഷീറ്റായി നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഈ ഷീറ്റിൽ പിന്നീട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ടുള്ള വാട്ടർമാർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റോളറിന്റെ പേരെന്താണ്? ഡാൻഡി റോളർ. ഡാൻഡി റോളർ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് ഒരു വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുന്നു. പിന്നീട് ഈ പേപ്പറിനെ കലണ്ടറിങ് ചെയ്യുന്നു. കലണ്ടറിങ് എന്താ കലണ്ടറിങ്? കലണ്ടറിങ് എന്ന് വെച്ചാൽ പേപ്പറിന്റെ പ്രതലത്തിലുള്ള ഹിൽസ് അതെല്ലാം കട്ട് ചെയ്ത് പേപ്പറിനെ ലെവലുള്ളതാക്കി മാറ്റുന്നു. ഈ ഫൈബേഴ്സ് പല ഭാഗത്തും പൊങ്ങിയൊക്കെ നിൽക്കും. ആ പൊങ്ങി നിൽക്കുന്ന ഫൈബേഴ്സിനെല്ലാം കട്ട് ചെയ്യുന്നു. ചെറിയ വാലീസ് ഉണ്ട്. ഈ വാലീസ് എല്ലാം പൂർണ്ണമായി അടയ്ക്കാൻ വേണ്ടി കോട്ടിങ്, ചൈന ക്ലേ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ കോട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ കോട്ട് ചെയ്ത് തയ്യാറാക്കിയ പേപ്പറിനെ വീണ്ടും ഡ്രൈ ചെയ്ത് റിവൈൻഡ് ചെയ്തെടുക്കുന്നു. അല്ലെങ്കിൽ ഷീറ്റാക്കി നമ്മൾ കട്ട് ചെയ്യും. ഇത് പേപ്പർ മാനുഫാക്ചറിങ് പ്രോസസ്. ഇത് കൂടാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പേപ്പർ ഉണ്ടായിരിക്കേണ്ട ഫിസിക്കൽ പ്രോപ്പർട്ടികൾ. എന്തൊക്കെയാ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഒന്നാമത്തേത് ദ ഗ്രെയിൻ ഡയറക്ഷൻ, ദ ഫസ്റ്റ് ആൻഡ് എന്താ പറയാ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേപ്പർ. പേപ്പർ ഉണ്ടായിരിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് അതിന്റെ ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സെല്ലുലോസ് ഫൈബറുകളുടെ അലൈൻമെന്റ്, രണ്ടു തരത്തിലുള്ള സെല്ലുലോസ് ഫൈബേഴ്സ് അലൈൻമെന്റ്. ഒന്ന് ലോങ് ഗ്രെയിൻ, ഷോർട്ട് ഗ്രെയിൻ. രണ്ടെന്താണ്? ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി. പേപ്പറിന്റെ രണ്ടാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി. ആകൃതിയിൽ അതിനുണ്ടായിരിക്കേണ്ട സ്ഥിരത. ദെൻ മോയ്സ്ചർ അബ്സോർബൻസി. ദെൻ അതിന്റെ ഫ്ലാറ്റ്നെസ്. പിന്നെന്താണുള്ളത്? അതിന്റെ സ്ക്വയർനെസ്, അതിന്റെ ബ്രൈറ്റ്നെസ്, അതിന്റെ വൈറ്റ്നെസ്. ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടികൾ. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടികളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പറിന്റെ മറ്റൊരു മേഖലയെ കുറിച്ചാണ്. പേപ്പർ സൈസസ്. പേപ്പറിന്റെ വ്യത്യസ്തങ്ങളായ സൈസുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, അത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, സൈസുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പറിനെ കുറിച്ചൊരു ടെസ്റ്റ് പേപ്പർ, വളരെ ചെറിയ ഒരു ടെസ്റ്റ് പേപ്പർ ഓൺലൈനായിട്ട് നടത്തും. നിങ്ങൾ ഓൺലൈനായിട്ട് അതിന് ഉത്തരം എഴുതേണ്ടതായി വരും. അതുകൊണ്ട് നന്നായി ഈ മുൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നന്നായിട്ട് ഇതൊക്കെയാണ് പേപ്പർ സൈസുകൾ എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ പേപ്പർ സൈസുകൾ, മറ്റൊന്ന് പേപ്പറിൻ്റെ തൂക്കം അല്ലെങ്കിൽ പേപ്പറിൻ്റെ വെയിറ്റ് എന്നതിനെക്കുറിച്ചാണ്. പേപ്പർ ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് രീതിയിൽ നമുക്ക് പേപ്പറിനെ തരംതിരിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ആദ്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുക പേപ്പറിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ തൂക്കത്തിനും അതിൻ്റെ ഘടനയ്ക്കും അനുസരിച്ച് എങ്ങനെ നമുക്ക് പേപ്പറിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും, അതിൻ്റെ ഗ്രാമേജ്, അതുപോലെ തന്നെ അതിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് എങ്ങനെ പേപ്പറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ എന്ന് പറയുന്നത് ട്യൂബുലാർ സ്ട്രക്ചറിലുള്ള ഒരു വസ്തു. എന്താ ട്യൂബുലാർ സ്ട്രക്ചർ? പൊള്ളയായ അല്ലെങ്കിൽ ഒരു കുഴൽ രൂപത്തിൽ ഘടനയിലുള്ള ഒരു വസ്തുവാണ് പേപ്പർ എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നതോ സ്വാഭാവികമായ രീതിയിൽ ഫൈബറുകളെ എല്ലാം ഒട്ടിച്ചു ചേർത്താണ്. ഫൈബറുകൾ, സെല്ലുലോസ് ഫൈബേഴ്സ് ആണ് ഇതിൻ്റെ
ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്കറിയാം. ഈ സെല്ലുലോസ് ഫൈബറുകളെ സ്വാഭാവികമായ രീതിയിൽ ഒട്ടിച്ച് ചേർത്തിട്ടാണ് പേപ്പർ എന്ന് പറയുന്ന വസ്തു സാധാരണയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ തൂക്കത്തെക്കുറിച്ചാണ്. അത് സാധാരണഗതിയിൽ പേപ്പർ 7 ഗ്രാം മീറ്റർ സ്ക്വയർ മുതൽ 150 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ തൂക്കത്തിലായിരിക്കും പേപ്പറുകൾ ഉണ്ടാവുക. ഇതാണ് പേപ്പറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഗ്രാമേജ് എന്ന് പറയുന്നത്. 7 ഗ്രാം മീറ്റർ സ്ക്വയർ ടു 150 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ തൂക്കത്തിലുള്ള പേപ്പറുകളാണ് ഉള്ളത്. പേപ്പർ എന്ന് വെച്ചാൽ ട്യൂബുലാർ സ്ട്രക്ചറിലുള്ള നാച്ചുറൽ ആയിട്ട് ഒട്ടിച്ചേർക്കപ്പെട്ട ഫൈബറുകളെയാണ് പേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പേപ്പറിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പൾപ്പ് തയ്യാറാക്കുന്നതിന് അതുമല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയലുകളുടെ സ്വഭാവത്തിനനുസരിച്ച് പേപ്പറുകളെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് തരംതിരിച്ചെടുക്കാം. ഏതൊക്കെയാണ്? പൾപ്പ് തയ്യാറാക്കുന്ന രീതി, നിർമ്മാണ രീതി, അല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ. ഇതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പേപ്പറുകളെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് തരംതിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വുഡ് ഫ്രീ പേപ്പർ അല്ല എങ്കിൽ പേപ്പർ കണ്ടെയ്നിങ് വുഡ് ഫ്രീ അല്ലെങ്കിൽ പേപ്പർ കണ്ടെയ്നിങ് വുഡ്. മരം കൊണ്ടല്ലാത്തത് അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയത് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പഴയ പേപ്പറുകൾ കൊണ്ടുണ്ടാക്കിയ പേപ്പർ, അല്ലെങ്കിൽ പേപ്പർ കണ്ടെയ്നിങ് റാഗ് നാരുകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പേപ്പർ. ഇപ്പോൾ പേപ്പറുകളെ നമുക്ക് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, പൾപ്പുകളുടെ സ്വഭാവത്തിനനുസരിച്ച് 4 തരംതിരിക്കാം. 1 വുഡ് ഫ്രീ പേപ്പർ, 2 പേപ്പർ കണ്ടെയ്നിങ് വുഡ്, 3 പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ കണ്ടെയ്നിങ് റാഗ്സ്. ഇങ്ങനെ 4 നമുക്ക് പേപ്പറുകളെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത് പേപ്പറിൻ്റെ പൾപ്പുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയലിൻ്റെ സ്വഭാവം, ഇത് രണ്ടും അനുസരിച്ചാണ്. നമ്മൾ പേപ്പറിനെ അതിൻ്റെ ഘടനയ്ക്കനുസരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, തൂക്കം, ഗ്രാമേജിനനുസരിച്ചൊക്കെ ഇത്തരത്തിൽ നമുക്ക് പേപ്പറിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഒന്ന്, പേപ്പർ എന്ന് പറയുന്നത് ഒരു ട്യൂബുലാർ സ്ട്രക്ചറോട് കൂടിയ നാരുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 7 ഗ്രാം മീറ്റർ സ്ക്വയർ മുതൽ 150 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ തൂക്കമുണ്ടാവും. മറ്റൊന്ന് അതിൻ്റെ കമ്പോസിഷൻ. എന്തിൻ്റെ കമ്പോസിഷൻ? അതിൻ്റെ പൾപ്പിൻ്റെ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പേപ്പറുകളെ നമുക്ക് 4 തരംതിരിക്കാം. വുഡ് ഫ്രീ പേപ്പർ കണ്ടെയ്നിങ് വുഡ്, പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ ആൻഡ് പേപ്പർ കണ്ടെയ്നിങ് റാഗ്സ്. കീറത്തുണി അല്ലെങ്കിൽ പഴയ വേസ്റ്റ് തുണികൾ, നാരുകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പേപ്പർ. ഇങ്ങനെ പേപ്പറുകളെ നമുക്ക് 4 തരംതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ വുഡ് ഫ്രീ പേപ്പർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പൾപ്പ് തയ്യാറാക്കുമ്പോൾ മെക്കാനിക്കൽ, കെമിക്കൽ രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കെമിക്കൽ രീതിയിലുള്ള ഫൈബേഴ്സ്, കെമിക്കൽ രീതിയിൽ തയ്യാറാക്കിയ പൾപ്പ് ഫൈബേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് വുഡ് ഫ്രീ പേപ്പർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ 5% മാത്രമേ ഗ്രൗണ്ട് വുഡ് പൾപ്പ് ചേർക്കാറുള്ളൂ. അതിൻ്റെ മാക്സിമമാണത് 5%. അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് വുഡ് പൾപ്പ് നമ്മൾ ചേർക്കാറില്ല. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പർ, കെമിക്കൽ രീതിയിൽ തയ്യാറാക്കിയ പൾപ്പ് ഉപയോഗിച്ച് അതിൽ മാക്സിമം എന്ന് പറയുന്നത് 5%മാണ് ഗ്രൗണ്ട് വുഡ് പൾപ്പ് ചേർക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പേപ്പറുകളാണ് വുഡ് ഫ്രീ പേപ്പർ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പേപ്പറുകൾ അത് ഏറ്റവും വലിയ ഉപയോഗം റൈറ്റിംഗ് പേപ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന പേപ്പർ, അതുപോലെ തന്നെ അൺകോട്ടഡ് ഫിനിഷ്ഡ് പേപ്പർ, അൺകോട്ട് ചെയ്യപ്പെട്ട പേപ്പർ ഉണ്ടാവും, ഫിനിഷ്ഡ് പേപ്പർ ഉണ്ടാവും. പിന്നെ ഫിനിഷ്ഡ് പേപ്പർ മീൻസ് നല്ല രീതിയിൽ കോട്ട് ചെയ്ത സർഫസോട് കൂടിയ പേപ്പർ. ഇതെല്ലാം തയ്യാറാക്കപ്പെടുന്നത് വുഡ് ഫ്രീ പേപ്പർ പ്രക്രിയ ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ ഇത്തരം പേപ്പറുകളൊക്കെ വുഡ് ഫ്രീ പേപ്പറുകളാണ്. ഇതാണ് അതിലെ വുഡ് ഫ്രീ പേപ്പർ എന്ന് നമ്മൾ പറയുന്ന കാറ്റഗറി.
രണ്ടാമത്തെ പേപ്പറിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചത് പേപ്പർ കണ്ടെയ്നിങ് വുഡാണ്. ഇത് അതിന്റെ കൂടുതൽ പോർഷൻ വുഡ് ഫ്രീ പേപ്പറിൽ 5% ഗ്രൗണ്ട് വുഡെങ്കിൽ ഇവിടെ പൾപ്പിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം ഗ്രൗണ്ട് വുഡ് പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് പേപ്പർ കണ്ടെയ്നിങ് വുഡ് എന്ന പേപ്പറിൽ അറിയപ്പെടുന്നത്. കൂടാതെ ലിഗ്നിന്റെ ഒരു കണ്ടന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ നമുക്കറിയാം, വെയിലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ നിറം മാറി അത് യെല്ലോ ആയി മാറാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് മരത്തിന്റെ അല്ലെങ്കിൽ വുഡിന്റെ പൾപ്പ്, ഗ്രൗണ്ട് വുഡിന്റെ പൾപ്പ് കൂടുതലായി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് ഗ്രൗണ്ട് വുഡ് പൾപ്പ് കൂടുതലായി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് പേപ്പർ കണ്ടെയ്നിങ് വുഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉള്ളത്. ന്യൂസ് പ്രിന്റുകൾ, മാഗസിൻ പേപ്പറുകളെല്ലാം ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. നമുക്കറിയാം നമ്മുടെ ന്യൂസ് പേപ്പർ വായിച്ച ന്യൂസ് പേപ്പർ 2 ദിവസം വെയിലത്തിട്ട് നോക്കിയാൽ അത് പെട്ടെന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ അത് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ പേപ്പർ കണ്ടെയ്നിങ് വുഡ് എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി പേപ്പറുകളായിരിക്കും. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിരിക്കും ന്യൂസ് പ്രിന്റ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. ചീപ്പ് ക്വാളിറ്റി പേപ്പറാണ്. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പേപ്പറുകളെയാണ് പേപ്പർ കണ്ടെയ്നിങ് വുഡ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് റാഗാണ്. നമുക്കറിയാം, ഇത് തുണികളിൽ നിന്നും, അതായത് ടെക്സ്റ്റൈൽസ് വേസ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിന്റെ ഭാഗങ്ങൾ, ലിനൻ മുതലായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് പേപ്പർ കണ്ടെയ്നിങ് റാഗ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് നോട്ടുകളുടെ പേപ്പറുകൾ, ഡോക്യുമെന്റ് പേപ്പറുകൾ, പെട്ടെന്ന് കേടാവാത്ത, ഒരുപാട് കാലം നിലനിൽക്കേണ്ട, ഒരുപാട് ലോങ് പർപ്പസിന് ഉപയോഗിക്കേണ്ട മെറ്റീരിയലുകൾ വെച്ച് ഹൈ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കേണ്ട പേപ്പറുകൾക്കെല്ലാം ആണ് നമ്മൾ ഇത്തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത കാറ്റഗറിയാണ് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ. അതായത് നമുക്കറിയാം റീസൈക്കിൾഡ് പേപ്പർ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. പഴയ പേപ്പറുകൾ ഉപയോഗിച്ച് വീണ്ടും പേപ്പറുകൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന പേപ്പറുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 100% റീസൈക്കിൾഡ് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഫൈബറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ്. ഒരിക്കൽ ഉപയോഗിച്ച ഫൈബറിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന പേപ്പറാണ്, അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പേപ്പറാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുക സാധാരണ ബോർഡുകൾ അല്ലെങ്കിൽ മറ്റ് കാർഡ്ബോർഡ് കൊണ്ടുള്ള ബോക്സുകൾ നിർമ്മിക്കാനായിട്ട്, പിന്നീട് ന്യൂസ് പ്രിന്റ് ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ന്യൂസ് പ്രിന്റുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റഗറിയിലെ പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പേപ്പറുകളെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 4 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. 1 ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാറ്റഗറിയാണ് വുഡ് ഫ്രീ പേപ്പർ. 2 പേപ്പർ കണ്ടെയ്നിങ് വുഡ്. 3 പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ. 4 പേപ്പർ കണ്ടെയ്നിങ് റാഗ്. ഈ 4 കാറ്റഗറി. 1 വുഡ് ഫ്രീ പേപ്പർ. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, 5% മാത്രമായിരിക്കും അതിൻ്റെ അകത്ത്, മാക്സിമം ആണത് 5% മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ഗ്രൗണ്ട് വുഡ് പൾപ്പിന്റെ അംശം. ഇത് നല്ല ക്വാളിറ്റിയുള്ള എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പറുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. 2 പേപ്പർ കണ്ടെയ്നിങ് വുഡ്. അത് ന്യൂസ് പ്രിന്റ്, മാഗസിനൊക്കെ അച്ചടിക്കാനുള്ള പേപ്പറുകൾ, അങ്ങനെയുള്ള പേപ്പറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ, അതായത് റീസൈക്കിൾഡ് പേപ്പർ ഉപയോഗിച്ച് ബോർഡുകൾ, ന്യൂസ് പ്രിന്റ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നു. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് റാഗ്. ഈ തുണിയുടെയും പഴയ തുണി അല്ലെങ്കിൽ നല്ല തുണികളുടേത് ഒക്കെ പൾപ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്നു. ഹൈ ക്വാളിറ്റി പേപ്പറുകളായിരിക്കും. ഡോക്യുമെന്റേഷൻ, ബാങ്ക് നോട്ടുകൾ, ചെക്കുകൾ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് കുറച്ച് കാലം നല്ല വൃത്തിക്ക് സൂക്ഷിക്കപ്പെടേണ്ട വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേപ്പറിൻ്റെ അടുത്ത ഒരു കാറ്റഗറിയാണ് കോട്ടഡ് പേപ്പർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോട്ടഡ് പേപ്പർ. ഹൈ ക്വാളിറ്റി പേപ്പറുകളെയാണ് നമ്മൾ കോട്ടഡ് പേപ്പറുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ പേപ്പറിൻ്റെ രണ്ട് വശവും കോട്ട് ചെയ്യപ്പെട്ട് ഹൈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഓഫ്സെറ്റ് അച്ചടിക്ക്, ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് അച്ചടിക്ക്, ഗ്രവിയർ ഓഫ്സെറ്റ് അച്ചടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേപ്പറുകളാണ് കോട്ടഡ് പേപ്പറുകൾ. രണ്ട് വശവും കോട്ട് ചെയ്യപ്പെട്ട് ഫിനിഷാക്കി നല്ല മനോഹരമായ പ്രതലത്തോടു കൂടിയ പേപ്പറുകളെയാണ് നമ്മൾ കോട്ടഡ് പേപ്പറുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പേപ്പറുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പർ. ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പർ എന്ന് പറയുന്നത്, ആ പേപ്പറിൻ്റെ പ്രത്യേകത അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 72 ഗ്രാം മീറ്റർ സ്ക്വയർ ആയിരിക്കും. 72 ഗ്രാം മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ തൂക്കം എന്ന് പറയുക. ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പർ, അതായത് കട്ടി കുറഞ്ഞ കോട്ടഡ് പേപ്പർ. രണ്ടാമത്തേത് മീഡിയം വെയ്റ്റ് കോട്ടഡ് പേപ്പറാണ്. മീഡിയം വെയ്റ്റ് കോട്ടഡ് പേപ്പർ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു 80 മുതൽ 150 ഗ്രാം മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ ഗ്രാമേജ്, അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 80 മുതൽ 130 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ ആണ് മീഡിയം കോട്ടഡ്. നമുക്കറിയാം ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പർ 72 ഗ്രാം മീറ്റർ സ്ക്വയർ വരെയുള്ളതാണെങ്കിൽ 80 മുതൽ 130 ഗ്രാം മീറ്റർ സ്ക്വയർ വരെയുള്ള കോട്ടഡ് പേപ്പറുകളെ, രണ്ട് വശവും കോട്ട് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന പേപ്പറുകളെ മീഡിയം വെയ്റ്റ് കോട്ടഡ് പേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്തത് ഒറിജിനൽ കോട്ടഡ് ആർട്ട് പേപ്പറാണ്. ഒറിജിനൽ കോട്ടഡ് ആർട്ട് പേപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് കോട്ടഡ് പേപ്പർ. ഒറിജിനൽ കോട്ടഡ് ആർട്ട് പേപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് കോട്ടഡ് പേപ്പർ. ഈ പേപ്പറിൻ്റെ പ്രത്യേകത നല്ല ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. നല്ല കണ്ണാടി പോലെ മൃദുലം അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിരിക്കും അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. പ്രതലം എന്ന് പറയുന്നത് നല്ല കണ്ണാടി പോലെ അല്ലെങ്കിൽ ഒരു മിറർ പോലെ നല്ല ഗ്ലോസി ആയിട്ട് ഉണ്ടാവും. അതിൻ്റെ തൂക്കം ഏതാണ്ട് 70 മുതൽ 400 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ ഇത്തരത്തിലുള്ള പേപ്പറുകളുണ്ട്. 70 മുതൽ 400 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ വളരെ ഗ്ലോസി ആയി നല്ല കോട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നല്ല മിറർ ഫിനിഷോട് കൂടിയ പേപ്പറുകളെ ഒറിജിനൽ ആർട്ട് പേപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് കോട്ടഡ് പേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ കോട്ടഡ് പേപ്പർ മറ്റൊരു കാറ്റഗറിയാണ്. 3 അല്ലെങ്കിൽ 4 നമുക്ക് അതിനെ തരംതിരിക്കാം. 1 ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പർ, 2 മീഡിയം വെയ്റ്റ് കോട്ടഡ് പേപ്പർ, 4 അടുത്തത് ഒറിജിനൽ കോട്ടഡ് ആർട്ട് പേപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് കോട്ടഡ് പേപ്പർ. ഇങ്ങനെ കോട്ടഡ് പേപ്പറുകളെ നമുക്ക് വേർതിരിച്ചെടുക്കാം. അടുത്തത് കാർഡാണ്. കാർഡ് ബോർഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. കാർഡുകൾ എന്ന് പറയുന്നത് ഇതും ഒരു ട്യൂബുലാർ മെറ്റീരിയൽ ആണ്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുഴൽ രൂപത്തിലുള്ള ഒരു വസ്തുവാണ്. പ്ലാന്റ് ഫൈബറുകൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പൂർണ്ണമായിട്ടും പ്ലാന്റ് ഫൈബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ട്യൂബുലാർ സർഫസിലുള്ള ഒരു ട്യൂബുലാർ മെറ്റീരിയലാണ് കാർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതിന് തൂക്കമാണ്. അതിന് 150 ഗ്രാം മീറ്റർ സ്ക്വയർ മുതൽ 600 ഗ്രാം മീറ്റർ സ്ക്വയർ വരെയാണ് അതിന് തൂക്കം വരിക. 600 ഗ്രാം മീറ്റർ സ്ക്വയർ, അതായത് നല്ല കട്ടിയുള്ള നല്ല തൂക്കമുള്ള വസ്തുവായിരിക്കും കാർഡ് അല്ലെങ്കിൽ കാർഡ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ബോർഡുകളാണ്. ബോർഡുകൾ എന്ന് വെച്ചാൽ സാധാരണ ഗ്രൗണ്ട് വുഡ് പൾപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെക്കൻഡറി ഫൈബേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളരെ തൂക്കം കൂടിയ, അതായത് 600 ഗ്രാം മീറ്റർ സ്ക്വയർ തൂക്കമൊക്കെയുള്ള വസ്തുക്കളാണ് ബോർഡ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ട്രോ ബോർഡ്, മിൽ ബോർഡൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ബോർഡ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഗ്രൗണ്ട് വുഡ് പൾപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സെക്കൻഡറി പൾപ്പ് ഫൈബേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, റീസൈക്കിൾഡ് ഫൈബേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ബോർഡ്. നല്ല തൂക്കമുള്ള നല്ല കട്ടിയുള്ള വസ്തുക്കളാണ് ബോർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയുമാണ് പേപ്പറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ തൂക്കത്തിനും അതിൻ്റെ സ്ട്രക്ചറിനും അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. പേപ്പറിനെ ഇപ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അതതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ തൂക്കം, ഇതിനനുസരിച്ച് നമ്മൾ പേപ്പറിനെ ആദ്യം വുഡ് ഫ്രീ പേപ്പർ എന്നാക്കി ക്ലാസിഫൈ ചെയ്തു.
അത് നമുക്കറിയാം 5% മാത്രം ഗ്രൗണ്ട് വുഡ് പൾപ്പ് ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് വുഡ് ഫ്രീ പേപ്പർ. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് വുഡ്, അതായത് കൂടുതലും അതിൻ്റെ അകത്ത് 100% ഗ്രൗണ്ട് വുഡ് പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകൾ. വലിയ ക്വാളിറ്റി ഇല്ലാത്ത പേപ്പറുകളായിരിക്കും. ന്യൂസ് പ്രിന്റും മറ്റ് മാഗസിനൊക്കെ അച്ചടിക്കുന്ന പേപ്പറുകളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ, പഴയ പേപ്പറുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും പഴയ പേപ്പറുകൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന പേപ്പറാണ് ഈ കാറ്റഗറിയിൽ വരിക. ഇത് ന്യൂസ് പ്രിന്റ് ബോർഡുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് പേപ്പർ കണ്ടെയ്നിങ് റാക്സ്, പഴയ തുണികൾ അതുപോലെയുള്ള മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈ ക്വാളിറ്റി പേപ്പറുകളാണ് ഇത് വരിക. ഡോക്യുമെന്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പേപ്പറുകൾ, അല്ലെങ്കിൽ ബാങ്ക് നോട്ടുകൾ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന കറൻസി നോട്ടുകളൊക്കെ അച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ പേപ്പറുകളെ വീണ്ടും നമുക്ക് കോട്ടഡ് പേപ്പർ എന്ന് തിരിക്കാം. കോട്ടഡ് പേപ്പർ 3 തരമുണ്ടെന്ന് പറഞ്ഞു. അതിൽ ബെസ്റ്റ് ക്വാളിറ്റി 2 വശവും കോട്ട് ചെയ്ത് മിറർ ഫിനിഷ് ആക്കിയിരിക്കുന്ന പേപ്പറുകളാണ് കോട്ടഡ് പേപ്പറുകൾ. ഹൈ ക്വാളിറ്റി അച്ചടിക്കാണ് ഇത്തരം പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഒന്നാമത്തേത് ലൈറ്റ് വെയ്റ്റ് കോട്ടഡ് പേപ്പറാണ്. 2 മീഡിയം വെയ്റ്റ് കോട്ടഡ് പേപ്പറാണ്. മൂന്നാമത്തേത് പേപ്പർ വിത്ത് ഒറിജിനൽ കോട്ടഡ് ആർട്ട് പേപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് കോട്ടഡ് പേപ്പർ. ഇതൊക്കെ പ്രത്യേകത ഓരോന്നും വ്യത്യസ്തങ്ങളായ തൂക്കത്തിലുള്ളതാണ് എന്നതാണ്. പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് കാർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ്. ഇത് ഒരു ട്യൂബുലാർ സർഫസോട് കൂടിയ മെറ്റീരിയലാണ്, അല്ല ട്യൂബുലാറായിട്ടുള്ള സ്ട്രക്ചറോട് കൂടിയ ഒരു മെറ്റീരിയലാണ്. പ്ലാന്റ് ഫൈബറുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. മറ്റൊന്ന് ബോർഡുകളാണ്. ബോർഡുകളും ഇത്തരത്തിൽ വളരെ കട്ടി കൂടിയ ഒരു വസ്തുവാണ്. 600 ഗ്രാം മീറ്റർ സ്ക്വയർ വരെ അതിന് തൂക്കമുണ്ടാവും. സ്ട്രോ ബോർഡ്, മിൽ ബോർഡൊക്കെയാണ് അതിന് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുവാൻ സാധിക്കുന്നത്. പേപ്പർ ക്ലാസിഫിക്കേഷൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേപ്പർ ക്ലാസിഫിക്കേഷൻ മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, പേപ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ, പേപ്പറിനെ തിരിച്ചറിയാനും അതിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി വ്യത്യസ്ത കാറ്റഗറിയാക്കി മാറ്റാനും സാധിക്കും. ഈ പേപ്പർ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് പേപ്പറിനെ തിരിച്ചറിയാൻ സാധിക്കും, അതിനെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളാക്കി കാറ്റഗറിയാക്കി മാറ്റാനും സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് 5 പേപ്പറിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ പേപ്പറിനെ നമുക്ക് 5 കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അവ ബിസിനസ് പേപ്പർ, ബുക്ക് പേപ്പർ, കവർ പേപ്പർ, ബ്രിസ്റ്റോൾ പേപ്പർ, യൂട്ടിലിറ്റി പേപ്പർ എന്നിവയാണ്. ഏതൊക്കെയാണ്? 1 ബിസിനസ് പേപ്പർ, 2 ബുക്ക് പേപ്പർ, 3 കവർ പേപ്പർ, 4 ബ്രിസ്റ്റോൾ പേപ്പർ, 5 യൂട്ടിലിറ്റി പേപ്പർ. നമുക്ക് എന്താണ് ബിസിനസ് പേപ്പർ എന്നത് നോക്കാം. ബിസിനസ് പേപ്പർ എന്നത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് വേൾഡിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് ബിസിനസ് പേപ്പർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബേസിക് സൈസ്, ബിസിനസ് പേപ്പറിൻ്റെ ഒരു സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ച് ഇൻറ്റു 22 ഇഞ്ചാണ്. ഈ സൈസിലുള്ള പേപ്പറാണ്. 17 ഇഞ്ച് ടു 22 ഇഞ്ച് സൈസിലുള്ള പേപ്പറുകളാണ് ബിസിനസ് പേപ്പറിൻ്റെ ഒരു ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോമൺ കാറ്റഗറീസ്, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത്, 1 ബോണ്ട് പേപ്പറാണ്. ബിസിനസ് പേപ്പറിൻ്റെ ഒരു വകഭേദമാണ്, അല്ലെങ്കിൽ ഒരു തരം ബിസിനസ് പേപ്പറാണ് ബോണ്ട് പേപ്പർ. രണ്ടാമത്തേത് കാർബൺലെസ് ബോണ്ട് പേപ്പർ. ബോണ്ട് പേപ്പറുണ്ട്, കാർബൺലെസ് ബോണ്ട് പേപ്പറുണ്ട്. അടുത്തത് എൻവലപ്പ് പേപ്പർ. എൻവലപ്പ് കവറുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എൻവലപ്പ് പേപ്പറുകളുണ്ട്. അവസാനമായിട്ട് സേഫ്റ്റി പേപ്പർ. ഇങ്ങനെ ബിസിനസ് പേപ്പറുകൾ 4 തരത്തിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1 ബോണ്ട് പേപ്പറാണ്, 2 കാർബൺലെസ് ബോണ്ട് പേപ്പർ, 3 എൻവലപ്പ് പേപ്പർ, 4 സേഫ്റ്റി പേപ്പർ. ഇങ്ങനെ ബിസിനസ് പേപ്പറുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം.
ബിസിനസ് പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ് വേൾഡിൽ സാധാരണയായിട്ട് വ്യാവസായിക അല്ലെങ്കിൽ കച്ചവട മേഖലയിൽ ഉപയോഗിക്കുന്ന പേപ്പറുകളാണ്. 17 ഇഞ്ച് ഇൻറ്റു 22 ഇഞ്ചാണ് സാധാരണഗതിയിൽ ഇതിന് സൈസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ബിസിനസ് പേപ്പറിലെ ഒരു കാറ്റഗറിയായ ബോണ്ട് പേപ്പർ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോണ്ട് പേപ്പർ സാധാരണഗതിയിൽ ലെറ്റർ പാഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിസിനസ് മേഖലയിൽ ഉപയോഗിക്കുന്ന നല്ല കട്ടി കൂടിയ പേപ്പറുകൾ, അവർ കത്തുകളും മറ്റും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ പേരെല്ലാം മുകളിൽ കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഷീറ്റിനെയാണ് നമ്മൾ ലെറ്റർ ഹെഡ് എന്ന് പറയുക. ഈ ലെറ്റർ ഹെഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ബിസിനസ് ഫോമുകൾ, സ്റ്റേഷനറി ബിസിനസ് ഫോമുകൾ അച്ചടിക്കാൻ വേണ്ടിയിട്ട്, ഫോംസൊക്കെ അച്ചടിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള പേപ്പറുകൾ, കട്ടിയുള്ള പേപ്പറുകൾ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകൾ, ഇവയൊക്കെയാണ് സാധാരണഗതിയിൽ ബോണ്ട് പേപ്പറിൻ്റെ കാറ്റഗറിയിൽ വരിക. ലെറ്റർ ഹെഡ് ഉണ്ടാക്കുന്ന പേപ്പർ, സ്റ്റേഷനറി ബിസിനസ് ഫോംസ്, സാധാരണ എഴുത്ത്, ടൈപ്പിംഗ്, ഫോട്ടോ കോപ്പി മുതലായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പേപ്പറുകളെയെല്ലാം നമുക്ക് ബോണ്ട് പേപ്പർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി എന്താണ് കാർബൺലെസ് ബോണ്ട് പേപ്പർ എന്ന് നോക്കാം. കാർബൺലെസ് ബോണ്ട് പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പേപ്പറാണ്. അത് മൈക്രോ ക്യാപ്സൂൾസ് അതിൻ്റെ പ്രതലത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രത്യേകത, ഒരു ചെറിയ പ്രഷർ കൊടുത്ത് എഴുതിയാൽ അതിൽ എഴുതുന്ന ഇമേജിനെ നമുക്ക് തൊട്ട് താഴെ ഇരിക്കുന്ന ഷീറ്റിലേക്കോ പ്രതലത്തിലേക്കോ മാറ്റാൻ സാധിക്കും. കാർബൺലെസ് ബോണ്ട് പേപ്പറിൻ്റെ പ്രതലം എന്ന് പറയുന്ന മൈക്രോ ക്യാപ്സൂൾസ് കോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചെറിയ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ആ പേപ്പറിൽ നമ്മൾ എഴുതുന്നത് അതിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പറിലേക്ക് നമുക്ക് പകർത്താനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ എഴുതുന്നത് പകർത്താൻ വേണ്ടിയിട്ട്, പ്രിൻ്റ് ചെയ്യുന്നത് പകർത്താൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യുന്നത് പകർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. എഴുതുന്നത് പകർത്താൻ നമുക്ക്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത് പകർത്താം, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുന്നത് പകർത്താൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ കാർബൺലെസ് ബോണ്ട് പേപ്പറുകൾ ഉപയോഗിക്കാറുണ്ട്. 3 തരത്തിലുള്ള കാർബൺലെസ് ബോണ്ട് പേപ്പറുകളാണുള്ളത്. ഒന്ന് കോട്ടഡ് ബാക്ക്, പുറകു വശത്ത് മാത്രം നേരത്തെ പറഞ്ഞ മൈക്രോ ക്യാപ്സൂൾസ് കോട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് കോട്ടഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, മുന്നിലും പുറകിലും പുരട്ടിയിട്ടുണ്ടാവും. മൂന്നാമത്തേത് കോട്ടഡ് ഫ്രണ്ട്, മുൻഭാഗത്ത് മാത്രം നേരത്തെ പറഞ്ഞ മൈക്രോ ക്യാപ്സൂൾസ് പുരട്ടിയിരിക്കുന്ന ഷീറ്റ്. ഇത്തരത്തിൽ 3 തരത്തിൽ കാർബൺലെസ് ബോണ്ട് പേപ്പറെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഇപ്പം ബിസിനസ് പേപ്പറിൻ്റെ ഒന്നാമത്തെ കാറ്റഗറി ബോണ്ട് പേപ്പറാണ്. രണ്ടാമത്തേതാണ് കാർബൺലെസ് ബോണ്ട് പേപ്പർ. കാർബൺലെസ് ബോണ്ട് പേപ്പർ 3 തരമുണ്ട്. കോട്ടഡ് ബാക്ക്, കോട്ടഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, കോട്ടഡ് ഫ്രണ്ട്. അടുത്ത ബിസിനസ് പേപ്പറിൻ്റെ കാറ്റഗറിയാണ് എൻവലപ്പ് പേപ്പർ. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എൻവലപ്പുകൾ, കവറുകളും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ പേപ്പറുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, അത് നല്ല രീതിയിൽ മടക്കിയാൽ പൊട്ടിപ്പോകാതെ മടക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല ഒപ്പാസിറ്റി ഉള്ളതാണ്. ഒപ്പാസിറ്റി നമ്മൾ നേരത്തെ പേപ്പറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? പേപ്പറിൻ്റെ അകത്തൂടെ പ്രകാശത്തെ കടത്തി വിടാതിരിക്കാനുള്ള പേപ്പറിൻ്റെ കഴിവ്, അതാണ് ഒപ്പാസിറ്റി. അപ്പം നല്ല ഒപ്പാസിറ്റിയുള്ള, പ്രകാശത്തെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാത്ത തരത്തിൽ നല്ല ഒപ്പാസിറ്റിയുള്ള പേപ്പറാണ്. മറ്റൊന്ന് പശ, ഗം ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പശ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേപ്പറാണത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ക്വാളിറ്റി എന്ന് പറയുന്നത് നനവ് തട്ടിക്കഴിഞ്ഞാൽ അത് ചുളുങ്ങൽ വളരെ കുറവായിരിക്കും. സാധാരണ നമുക്കറിയാം പേപ്പറുകളൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുളുങ്ങിപ്പോവും. പക്ഷേ ഈ എൻവലപ്പ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത, നനവ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ചുളുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളെല്ലാമുള്ള കവറുകളും മറ്റും നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ് മൂന്നാമത്തെ കാറ്റഗറിയായ, ബിസിനസ് പേപ്പറിലെ മൂന്നാമത്തെ കാറ്റഗറിയായ എൻവലപ്പ് പേപ്പർ എന്ന് പറയുന്നത്. ബിസിനസ് പേപ്പറിൻ്റെ അവസാനത്തെ കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സേഫ്റ്റി പേപ്പർ. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ബാങ്ക് ചെക്കുകൾ, ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ട വസ്തുക്കൾ അവ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേഫ്റ്റി പേപ്പർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പേപ്പറുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ അച്ചടിക്കപ്പെട്ട ഒരു ഇമേജ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് മറ്റൊന്നാക്കി മാറ്റാനോ ഒന്നും സാധിക്കില്ല. അത്രയും സെക്യൂരിറ്റി റീസണുകൾക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി പർപ്പസുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. എന്നുവെച്ചാൽ ഒരു തരത്തിലുള്ള എഡിറ്റിംഗ്, അതായത് അച്ചടിക്കപ്പെട്ട ഒരു സാധനത്തെ ഒരു തരത്തിൽ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ മായ്ച്ചു കളയാനായിട്ട് സാധിക്കില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇൻവിസിബിളായിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ അച്ചടിക്കാം. ഇൻവിസിബിൾ, നമുക്ക് പുറമേ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. എന്നാൽ അത് ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ, എന്തുപയോഗിച്ചിട്ട്, ചില കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് ആ ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് നമുക്ക് വിസിബിളായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള പേപ്പറിനെയാണ് നമ്മൾ സേഫ്റ്റി പേപ്പർ എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് ബിസിനസ് പേപ്പർ എന്ന് പറയുന്നത്. ബിസിനസ് പേപ്പർ അതിനെ നമ്മൾ 4ആയി തരംതിരിച്ചിരിക്കുന്നു. 1 ബോണ്ട് പേപ്പർ, 2 കാർബൺലെസ് ബോണ്ട് പേപ്പർ, 3 എൻവലപ്പ് പേപ്പർ, 4 സേഫ്റ്റി പേപ്പർ. അടുത്ത പേപ്പറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബുക്ക് പേപ്പർ. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പർ ക്ലാസിഫിക്കേഷനാണ് ബുക്ക് പേപ്പർ. ബുക്ക് പേപ്പർ എന്നത് ഉയർന്ന ഒപ്പാസിറ്റി പ്രകാശത്തെ കടത്തിവിടാതിരിക്കാനുള്ള കഴിവാണ്. അപ്പം ഉയർന്ന ഒപ്പാസിറ്റിയുള്ള പേപ്പറുകളാണ് ബുക്ക് പേപ്പർ. അതുകൊണ്ട് തന്നെ ഇതിന് ഉയർന്ന ഒപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പേപ്പറിൻ്റെ 2 വശവും അച്ചടിക്കാൻ സാധിക്കും. അങ്ങനെ 2 വശവും അച്ചടിക്കാൻ സാധിക്കുന്ന ഉയർന്ന ഒപ്പാസിറ്റിയുള്ള പേപ്പറിനെയാണ് നമ്മൾ ബുക്ക് പേപ്പർ എന്ന് വിളിക്കുന്നത്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ആനുവൽ റിപ്പോർട്ടുകൾ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട്, പാംലെറ്റുകൾ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട്, സാധാരണ മാഗസിനുകൾ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട്, പോസ്റ്ററുകൾ അച്ചടിക്കാൻ വേണ്ടിയിട്ട്, ന്യൂസ് ലെറ്റേഴ്സ് അച്ചടിക്കാൻ വേണ്ടി, ജേർണലുകളൊക്കെ നമുക്ക് വരുന്ന ചെറിയ വിവരങ്ങളൊക്കെ അടങ്ങിയ ജേർണലുകൾ അച്ചടിക്കാൻ വേണ്ടി, ബ്രോഷ്യേഴ്സ്, നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെയുള്ള ബ്രോഷ്യേഴ്സ് അച്ചടിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് ബുക്ക് പേപ്പർ. ബുക്ക് പേപ്പറിൻ്റെ പ്രത്യേകത, അതിന് ഉയർന്ന ഒപ്പാസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ 2 വശവും നമുക്ക് അച്ചടിക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ, നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കറിയാം, ഒപ്പാസിറ്റി കുറവാണെങ്കിൽ 2 വശവും നമ്മൾ അച്ചടിക്കുമ്പോൾ ഒരു വശത്തു നിന്നുള്ളത് വായിക്കുമ്പോൾ മറുവശത്തുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഹൈ ഒപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ അത്തരത്തിലുള്ള പേപ്പറുകളെയാണ് നമ്മൾ ബുക്ക് പേപ്പർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബുക്ക് പേപ്പറുകളെ നമുക്ക് 2ആയി തരംതിരിക്കാൻ സാധിക്കും. 1 ഓഫ്സെറ്റ് പേപ്പർ, ഒന്നാമത്തേതാണ് ബുക്ക് പേപ്പറിൻ്റെ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഓഫ്സെറ്റ് പേപ്പർ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ടെക്സ്റ്റ് പേപ്പർ. ഒന്നാമത്തേത് ഓഫ്സെറ്റ് പേപ്പർ, 2 ടെക്സ്റ്റ് പേപ്പർ. ഇനി എന്താണ് ഓഫ്സെറ്റ് പേപ്പർ എന്ന് നോക്കാം. സാധാരണ ഓഫ്സെറ്റ് അച്ചടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ്
ഓഫ്സെറ്റ് പേപ്പർ യൂസ്ഡ് ഫോർ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്. ഓഫ്സെറ്റ് അച്ചടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് പേപ്പർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത നല്ല ഗുഡ് ഒപ്പാസിറ്റി ആയിരിക്കും, നല്ല ഒപ്പാസിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ പ്രത്യേകത വെച്ചാൽ നല്ല ഇങ്ക് അബ്സോർപ്ഷൻ, ഇങ്കിനെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇങ്ക് അബ്സോർപ്ഷനുള്ള കഴിവുണ്ടാവും, നല്ല ഒപ്പാസിറ്റി ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഓഫ്സെറ്റ് പേപ്പറുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് അൺകോട്ടഡ് പേപ്പർ, കോട്ട് ചെയ്യപ്പെടാത്ത ചൈന ക്ലേ പോലുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിച്ച് ഹൈ ഗ്ലോസ് ആകാത്ത സാധാരണ അൺകോട്ടഡ് പേപ്പറുകളുണ്ട്. രണ്ട് കോട്ടഡ് പേപ്പർ, കോട്ട് ചെയ്ത മനോഹരമാക്കിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രതലം നല്ല സോഫ്റ്റാക്കി മാറ്റി സ്മൂത്താക്കി മാറ്റിയിരിക്കുന്ന കോട്ടഡ് പേപ്പർ. അത് തന്നെ രണ്ട് തരം, ഒന്ന് കോട്ടഡ് ഓൺ വൺ സൈഡ് ഓർ ബോത്ത് സൈഡ്, രണ്ട് വശവും കോട്ട് ചെയ്തതുണ്ടാവും, ഒരു സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലാണ് നമ്മൾ ഓഫ്സെറ്റ് പേപ്പറുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് പേപ്പറിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചു. ഒന്ന് ഓഫ്സെറ്റ് പേപ്പർ, രണ്ട് ടെക്സ്റ്റ് പേപ്പർ. അതിൽ ഓഫ്സെറ്റ് പേപ്പറിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് അൺകോട്ടഡ് പേപ്പർ, രണ്ട് കോട്ടഡ് പേപ്പർ. രണ്ടാമത്തേതാണ് ടെക്സ്റ്റ് പേപ്പർ. വുഡോ അല്ലെങ്കിൽ കോട്ടൺ ഫൈബറുകൾ കൊണ്ട് നിർമ്മിക്കുന്ന, വുഡിൻ്റെയോ കോട്ടൻ്റെയോ ഫൈബറുകൾ കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറുകളെയാണ് ടെക്സ്റ്റ് പേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ തരംതിരിച്ചു. ഒന്ന് ഓഫ്സെറ്റ് പേപ്പർ, രണ്ട് ടെക്സ്റ്റ് പേപ്പർ. ഇത് എല്ലാം നമ്മുടെ ബുക്ക് പേപ്പറിൻ്റെ കാറ്റഗറീസാണ്. നമുക്കറിയാം ബുക്ക് പേപ്പറിൻ്റെ കാറ്റഗറീസാണ്. പേപ്പർ ക്ലാസിഫിക്കേഷൻ്റെ അടുത്ത കാറ്റഗറിയാണ് കവർ പേപ്പർ. അപ്പോൾ നമ്മൾ 3 കാറ്റഗറിയായി. ഒന്നാമത്തേത് ബിസിനസ് പേപ്പർ, രണ്ട് ബുക്ക് പേപ്പർ, മൂന്നാമത്തേതാണ് കവർ പേപ്പർ. കവർ പേപ്പർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബുക്കുകളുടെ, കാറ്റലോഗുകളുടെ, ബ്രോഷറുകളുടെയൊക്കെ കവറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കട്ടി കൂടിയ പേപ്പറുകളെയാണ് കവർ പേപ്പർ എന്ന് നമ്മൾ വിളിക്കുക. കുറച്ച് കട്ടി കൂടിയ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ലീഫിനേക്കാൾ കട്ടി ഉണ്ടാവും പുറംചട്ടയ്ക്ക്. ഇത്തരത്തിൽ പുറംചട്ടകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറുകളാണ്, കട്ടി കൂടിയ പേപ്പറുകളെയാണ് നമ്മൾ കവർ പേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കട്ടി കൂടിയ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉപയോഗങ്ങൾ ബുക്കിൻ്റേത്, കാറ്റലോഗിൻ്റെത്, ബ്രോഷ്യറിൻ്റെ, മാനുവൽസ്, മറ്റ് പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ കവറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പേപ്പർ ക്ലാസിഫിക്കേഷൻ്റെ അടുത്ത കാറ്റഗറിയാണ് ബ്രിസ്റ്റോൾ പേപ്പർ. ഒന്നാമത്തേത് ബുക്ക് പേപ്പർ ആയിരുന്നു, ഒന്നാമത്തേത് ബിസിനസ് പേപ്പർ ആയിരുന്നു, രണ്ട് ബുക്ക് പേപ്പറാണ്, മൂന്ന് കവർ പേപ്പറാണ്. ഇത് നാലാമത്തെ കാറ്റഗറിയാണ് ബ്രിസ്റ്റോൾ പേപ്പർ. വളരെ കട്ടി കൂടിയ, വളരെ ഹെവിയായ, കവർ പേപ്പറേക്കാളേറെ വളരെ കട്ടി കൂടിയ പേപ്പറുകളെയാണ് നമ്മൾ ബ്രിസ്റ്റോൾ പേപ്പറുകൾ എന്ന് വിളിക്കുന്നത്. വളരെ കട്ടി കൂടിയ, സാധാരണഗതിയിൽ 0.006 ഇഞ്ച്, 0.006 ഇഞ്ച് കട്ടിയുള്ള പേപ്പറുകളായിരിക്കും ബ്രിസ്റ്റോൾ പേപ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ വളരെ ഹെവിയായ പേപ്പറുകളെയാണ് ബ്രിസ്റ്റോൾ പേപ്പർ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ബ്രിസ്റ്റോൾ പേപ്പറുകളെ പലതായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഇൻടെക്സ്റ്റ് ബ്രിസ്റ്റോൾ എന്ന് തരംതിരിച്ചിരിക്കുന്നു. രണ്ട് പോസ്റ്റ് കാർഡുകളൊക്കെ നിർമ്മിക്കുന്ന പോസ്റ്റ് കാർഡ് ബ്രിസ്റ്റോൾ. അടുത്തത് ടാഗ് ബോർഡ് ബ്രിസ്റ്റോൾ. അടുത്തത് പേപ്പർ ബോർഡുകൾ, കട്ടിയുള്ള പേപ്പർ ബോർഡുകൾ. ദെൻ ബ്ലാങ്ക് ബ്രിസ്റ്റോൾ. കൂടാതെ റെയിൽ റോഡ് ബോർഡ് എന്നറിയപ്പെടുന്ന റെയിൽ റോഡ് ബോർഡ്. ഇത്തരത്തിൽ കട്ടി കൂടിയ ബോർഡുകളെല്ലാം നമ്മൾ ബ്രിസ്റ്റോൾ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഹെവിയായ, വളരെ കട്ടി കൂടിയ പേപ്പറുകളെയാണ് ബ്രിസ്റ്റോൾ പേപ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത പേപ്പർ കാറ്റഗറി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പേപ്പറാണ്. ഇപ്പം നമ്മൾ 4 കാറ്റഗറികളെ കുറിച്ച് പഠിച്ചു. ഒന്ന് ബിസിനസ് പേപ്പർ, 2 ബുക്ക് പേപ്പർ, 3 കവർ പേപ്പർ, 4 ബ്രിസ്റ്റോൾ പേപ്പർ. അപ്പം ഈ 4 കാറ്റഗറിയിലും
ഈ 4 കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ബാക്കി എല്ലാ പേപ്പറുകളെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂട്ടിലിറ്റി പേപ്പർ എന്ന കാറ്റഗറിയിലാണ്. കവർ പേപ്പറിൽ ഉൾപ്പെടാത്ത, ബിസിനസ് പേപ്പറിൽ ഉൾപ്പെടാത്ത, അതുപോലെ ബ്രിസ്റ്റോൾ പേപ്പറിൽ ഉൾപ്പെടാത്ത, ബുക്ക് പേപ്പറിൽ ഉൾപ്പെടാത്ത ബാക്കി എല്ലാ പേപ്പറുകളെയും നമുക്ക് യൂട്ടിലിറ്റി പേപ്പർ എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. സാധാരണ നമ്മുടെ പത്രമൊക്കെ അച്ചടിക്കുന്ന ന്യൂസ് പ്രിന്റുകൾ, ലേബലുകൾ അച്ചടിക്കുന്ന പേപ്പറുകൾ, ദെൻ സിന്തറ്റിക് ആയിട്ടുള്ള പേപ്പറുകൾ, ദെൻ മിനറൽ പേപ്പറുകൾ എല്ലാം യൂട്ടിലിറ്റി പേപ്പറിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പം മറ്റ് കാറ്റഗറിയിലൊന്നും പെടാത്ത പേപ്പറുകളെ നമുക്ക് യൂട്ടിലിറ്റി പേപ്പർ എന്ന് വിളിക്കാൻ സാധിക്കും. യൂട്ടിലിറ്റി പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ന്യൂസ് പ്രിന്റുകൾ. നമുക്കറിയാം, ഏറ്റവും അധികം, പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളെല്ലാം അച്ചടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും അധികം ഉപയോഗമുള്ള പേപ്പറുകളുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് ന്യൂസ് പ്രിന്റ്. ഇത് മെക്കാനിക്കൽ പേപ്പർ മേക്കിംഗ് രീതിയിൽ, പൾപ്പ് മേക്കിംഗ് രീതിയിൽ തയ്യാറാക്കുന്ന പൾപ്പുകൾ ഉപയോഗിച്ച്, മെക്കാനിക്കൽ രീതിയിൽ തയ്യാറാക്കുന്ന പൾപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് ന്യൂസ് പ്രിന്റുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ഫൈബറുകൾ. നമുക്കറിയാം, ഫൈബർ സ്ട്രെങ്ത് അല്ല, ഫൈബറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പേപ്പറിന് സ്ട്രെങ്ത് കൂടുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ വളരെ ഷോർട്ട് ഫൈബേഴ്സ്, വളരെ ചെറിയ ഫൈബറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മടക്കുന്നതിനൊക്കെ, നമുക്കറിയാം ന്യൂസ് പേപ്പറുകളൊക്കെ 4 ആയിട്ട് മടക്കിയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ ഗുണകരമായിട്ട് മാറും ഷോർട്ട് ഫൈബേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഏത് ഡയറക്ഷനിലേക്ക് നമുക്കതിനെ മടക്കാനും സാധിക്കും. അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള ഫൈബേഴ്സ് ഉപയോഗിച്ച്, ചെറിയ ഫൈബറുകൾ ഉപയോഗിച്ച് മെക്കാനിക്കൽ പേപ്പർ മേക്കിംഗ് രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന പേപ്പറുകളാണ് ന്യൂസ് പ്രിന്റുകൾ. ഒരു ഗ്രേ കളറിലുള്ള നിറത്തോട് കൂടിയിട്ടായിരിക്കും നമുക്ക്, യഥാർത്ഥ വെള്ളയായിരിക്കില്ല, ഒരു ഗ്രേയിഷ് വൈറ്റ് നിറത്തോട് കൂടിയിട്ടായിരിക്കും നമുക്ക് ന്യൂസ് പ്രിന്റുകൾ ലഭ്യമാകുന്നത്. അതിൻ്റെ നിറം അതാണ്. എന്നാൽ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ അത് മഞ്ഞ നിറമായിട്ട് മാറും. ചെറിയൊരു മഞ്ഞ നിറത്തോട് കൂടിയിട്ട് മാറും. കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകളുടെയും ഫൈബറുകളുടെയും ഒക്കെ പ്രത്യേകത കൊണ്ടാണ്, ലോ ക്വാളിറ്റി ആണ്, അതുകൊണ്ടാണ് അത് അത്തരത്തിൽ അതിനൊരു മാറ്റം വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ക് അബ്സോർബൻസി വളരെ കൂടുതലായിരിക്കും. കാരണം ഇത് കോട്ട് ചെയ്യാത്ത പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ നിർമ്മിക്കുന്ന സെല്ലുലോസ് ഫൈബറുകൾക്കിടയിലേക്ക് ഇങ്കിൻ്റെ അകത്തുള്ള കെമിക്കലുകൾ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെഹിക്കിളുകളും അഡിറ്റീവുകളും വലിച്ചെടുക്കപ്പെടുകയും പെട്ടെന്ന് പേപ്പറിൻ്റെ പ്രതലത്തിൽ മഷി ഉണങ്ങുകയും ചെയ്യും. വളരെ വേഗത്തിൽ മഷി ഉണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഡ്രൈ ചെയ്യാൻ, പേപ്പർ ഉണങ്ങാൻ വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. പേപ്പറിന് മഷിയെ വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ക് ഡ്രൈയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇതിൽ നടക്കും. ഇതാണ് യൂട്ടിലിറ്റി പേപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി പേപ്പറിൻ്റെ അടുത്ത കാറ്റഗറിയാണ് ലേബൽ പേപ്പർ. പിന്നീട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി പേപ്പർ ലേബൽ പേപ്പറാണ്. ലേബൽ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശത്ത് നമ്മൾ പശ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള പേപ്പറാണ്. ഒരു വശത്ത് പശ, ഗമ്മുണ്ടാവും. നമുക്കത് എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ലേബൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു വശത്ത് ഒരു പശ പോലുള്ള വസ്തു തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന പേപ്പറാണ്. അതിൻ്റെ മറുവശം അച്ചടിക്കാൻ ഉപയോഗിക്കാം. ഒരു വശം അച്ചടിക്കാൻ പറ്റില്ല, അവിടെ നമ്മൾ പശ തേച്ച് പിടിപ്പിക്കുന്നു. മറുവശം മാത്രമാണ് അച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പശ തേച്ച് പിടിപ്പിക്കുമ്പോഴും അച്ചടിക്കുന്ന സമയത്തും യാതൊരു തരത്തിലുള്ള ചുളുക്കും കൂടാതിരിക്കാനുള്ള കഴിവ് ലേബൽ പേപ്പറിനുണ്ട്. ഒരു തരത്തിലും അത് ചുളുങ്ങില്ല. ചുളുങ്ങാതെ ഒരു വശം പശ തേച്ച് പിടിപ്പിക്കാനും മറുവശത്ത് അച്ചടിക്കാനും സാധിക്കുന്ന പേപ്പറാണ് ഈ ലേബൽ പേപ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പശ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് സാധാരണഗതിയിൽ വാക്സ്, മെഴുക് പുരട്ടിയ ഒരു പേപ്പർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ മെഴുക് പുരട്ടിയ പേപ്പർ പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പശ വെച്ച് നമ്മുടെ പേപ്പറിനെ എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് ചേർക്കാൻ സാധിക്കും. അപ്പം ഇത്തരത്തിൽ അച്ചടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഒരു വശം പശയോട് കൂടിയ മറുവശത്ത് അച്ചടിക്കാൻ സാധിക്കുന്ന പേപ്പറുകളെയാണ് നമ്മൾ ലേബൽ പേപ്പർ എന്ന് വിളിക്കുന്നത്. ഇതും
യൂട്ടിലിറ്റി പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത യൂട്ടിലിറ്റി പേപ്പറാണ് സിന്തറ്റിക് പേപ്പർ. സിന്തറ്റിക് പേപ്പർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ കട്ടി കുറഞ്ഞ, വളരെ നേർത്ത ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് സിന്തറ്റിക് പേപ്പറായി നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ചൈന ക്ലേ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ രണ്ട് വശവും നമ്മൾ കോട്ട് ചെയ്യും. ചൈന ക്ലേ കോട്ട് ചെയ്യും. ഇതിങ്ങനെ കോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് അതിൽ അച്ചടിക്കാൻ സാധിക്കും. ഇങ്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ചൈന ക്ലേക്ക് ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ക് അപ്ലൈ ചെയ്താൽ അത് അവിടെ ഉണങ്ങില്ല, പിടിക്കില്ലാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇത് നേരെ മറിച്ച് അതിലൊരു കോട്ടിംഗ് മെറ്റീരിയൽ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അച്ചടി സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പേപ്പറുകളെയാണ് നമ്മൾ സിന്തറ്റിക് പേപ്പർ, യൂട്ടിലിറ്റി പേപ്പറിൻ്റെ മൂന്നാമത്തെ കാറ്റഗറി. ഒന്നാമത്തേത് ന്യൂസ് പ്രിന്റ്, 2 ലേബല്, 3 സിന്തറ്റിക് പേപ്പർ. സിന്തറ്റിക് പേപ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും കീറിപ്പോവില്ല. നമ്മൾ എങ്ങനെ വലിച്ചു കീറാൻ നോക്കിയാൽ പോലും അത് കീറില്ല. 2, ഒരു തരത്തിലുള്ള സ്റ്റെയിൻ, അതായത് ചെളിയോ അല്ലെങ്കിൽ പായലോ അല്ലെങ്കിൽ ഫംഗസോ അങ്ങനെ വന്നിട്ട് സാധനം അതിൽ പിടിക്കില്ല, സ്റ്റെയിൻ പിടിക്കില്ല. 2, കീറിപ്പോവില്ല. ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് യൂട്ടിലിറ്റി പേപ്പറിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയായ സിന്തറ്റിക് പേപ്പർ. യൂട്ടിലിറ്റി പേപ്പറിൻ്റെ അടുത്ത കാറ്റഗറിയാണ് മിനറൽ പേപ്പർ. മിനറൽ പേപ്പർ എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ, ആലക്കല്ല് ലൈംസ്റ്റോൺ അരച്ചെടുത്ത് അതിൻ്റെ ആ പാർട്ടിക്കിളിനെ ഒരു ബൈൻഡിങ് ഏജന്റിന്റെ സഹായത്തോടു കൂടി ഷീറ്റാക്കി മാറ്റുന്നു. ഒരു ഒട്ടിച്ചു ചേർക്കുന്ന ഒരു വസ്തുവിന്റെ സഹായത്തോടു കൂടി ലൈംസ്റ്റോൺ പാർട്ടിക്കിൾസ് അത് അരച്ചെടുത്ത് ലൈംസ്റ്റോണിനെ ഒരു ബൈൻഡിങ് ഏജന്റിന്റെ സഹായത്തോടു കൂടി ഷീറ്റാക്കി മാറ്റുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഗ്രെയിൻ ഡയറക്ഷൻ, കാരണം സെല്ലോസ് ഫൈബറുകളല്ല ഈ പേപ്പർ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രെയിൻ ഡയറക്ഷൻ ഇതിനില്ല. ദർ ഇസ് നോ ഗ്രെയിൻ ഡയറക്ഷൻ ഇൻ മിനറൽ പേപ്പർ. കാരണം ഇത് ആലക്കല്ല്, അതായത് ലൈംസ്റ്റോൺ അരച്ചെടുത്ത് നിർമ്മിക്കുന്ന പേപ്പറുകളാണ്. മറ്റൊന്ന്, അത് വാട്ടർ പ്രൂഫാണ്, വെള്ളം കൊണ്ടാൽ അത് നനയില്ല. ദെൻ റെസിസ്റ്റ് ടു ടിയർ, അതായത് കീറില്ല, നനയില്ല, കീറില്ല. ഇതൊക്കെ കാരണം എന്താണ്? സെല്ലോസ് ഫൈബറുകൾ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആലക്കല്ല് അരച്ചെടുത്ത് നിർമ്മിക്കുന്ന പേപ്പറിനെയാണ് നമ്മൾ മിനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതും യൂട്ടിലിറ്റി പേപ്പറിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ്. ഇപ്പം നമ്മൾ പേപ്പർ ക്ലാസിഫിക്കേഷനിലെ ബിസിനസ് പേപ്പറുകളെ കുറിച്ച് പഠിച്ചു, ബുക്ക് പേപ്പറിനെ കുറിച്ച് പഠിച്ചു, കവർ പേപ്പറിനെ കുറിച്ച് പഠിച്ചു, ബ്രിസ്റ്റോൾ പേപ്പർ എന്താണെന്ന് കണ്ടു. പിന്നീട് നമ്മൾ യൂട്ടിലിറ്റി പേപ്പറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ യൂട്ടിലിറ്റി പേപ്പർ ന്യൂസ് പ്രിന്റ്, ലേബല്, സിന്തറ്റിക് പേപ്പർ, മിനറൽ പേപ്പർ എന്നിങ്ങനെയുള്ളവയാണ്. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ പേപ്പർ ക്ലാസിഫിക്കേഷൻ്റെ അവസാനത്തെ കാറ്റഗറിയിലേക്ക് പോകാം. അവസാനത്തെ കാറ്റഗറിയാണ് റീസൈക്കിൾഡ് പേപ്പർ. റീസൈക്കിൾഡ് പേപ്പർ അത് നമുക്കറിയാം, പഴയ പേപ്പറുകൾ, അതായത് നമ്മുടെയൊക്കെ അച്ചടിച്ച് നമ്മുടെ കയ്യിലെത്തിയ പേപ്പർ തിരികെ വാങ്ങി ആ പേപ്പറിൽ നിന്നും നിർമ്മിക്കുന്ന പേപ്പറുകളെയാണ് റീസൈക്കിൾഡ് പേപ്പർ എന്ന് പറയുന്നത്. പേപ്പർ വേസ്റ്റിൽ നിന്നും, പേപ്പർ നമ്മൾ ഉപയോഗശൂന്യമായ പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളെയാണ് നമ്മൾ റീസൈക്കിൾഡ് പേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പേപ്പർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ബിസിനസ് പേപ്പർ, അതിൽ നമ്മൾ കണ്ടു ബോണ്ട് പേപ്പറുണ്ട്, കാർബൺലെസ് ബോണ്ട് പേപ്പറുണ്ട്, എൻവലപ്പ് പേപ്പറുണ്ട്, സേഫ്റ്റി പേപ്പറുണ്ട്. അങ്ങനെ നമ്മളതിനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അടുത്തത് ബുക്ക് പേപ്പറാണ്. ബുക്ക് പേപ്പറിനെയും നമ്മൾ ഓഫ്സെറ്റ് പേപ്പർ എന്നും ടെക്സ്റ്റ് പേപ്പർ എന്നും വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് കവർ പേപ്പറാണ്. നാലാമത്തേത് ബ്രിസ്റ്റോൾ പേപ്പറാണ്. കട്ടിയുള്ള പേപ്പറിനെയാണ് നമ്മൾ ബ്രിസ്റ്റോൾ പേപ്പർ എന്ന് വിളിക്കുന്നത്, അല്ലെ വളരെ ഹെവി ആയിട്ടുള്ള പേപ്പർ. അടുത്തത് യൂട്ടിലിറ്റി പേപ്പർ ആയിരുന്നു. യൂട്ടിലിറ്റി പേപ്പറിന് നമ്മൾ വീണ്ടും അതിനെ വേർതിരിച്ചെടുത്തത് ന്യൂസ് പ്രിന്റ് എന്നും ലേബൽ പേപ്പർ എന്നും സിന്തറ്റിക് പേപ്പർ എന്നും മിനറൽ പേപ്പർ എന്നുമാണ്. ഇനി അടുത്തതായിരുന്നു അവസാന കാറ്റഗറിയായി നമ്മൾ പറഞ്ഞ റീസൈക്കിൾഡ് പേപ്പർ. റീസൈക്കിൾഡ് പേപ്പർ എന്ന് വെച്ചാൽ
പഴയ പേപ്പറുകളിൽ നിന്നും അല്ലെങ്കിൽ പഴയ പേപ്പർ മെറ്റീരിയലുകളിൽ നിന്നും അല്ലെങ്കിൽ പേപ്പർ പ്രോഡക്റ്റുകളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന പേപ്പറാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ പേപ്പർ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തായി നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ സൈസുകളും പേപ്പർ വെയ്റ്റുമാണ്. അത് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കാനും എഴുതിയെടുക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.